ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനം ഇന്നും ഏറ്റവും വ്യാപകമായ മനുഷ്യാവകാശ പ്രതിസന്ധികളിൽ ഒന്നായി തുടരുന്നതിൽ ലയോ 14 പാപ്പ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. നയതന്ത്ര സേനയിലെ അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ച വേളയിലായിരുന്നു മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും പടർന്നു പിടിക്കുന്ന യുദ്ധത്തിനോടുള്ള ആവേശത്തെക്കുറിച്ചും പാപ്പ മുന്നറിയിപ്പ് നൽകിയത്. ഇത് ലോകമെമ്പാടുമുള്ള 380 ദശലക്ഷത്തിലധികം വിശ്വാസികളെ ബാധിക്കുന്നുവെന്നത് അവഗണിക്കാൻ കഴിയില്ല. തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ അവർ അതിരുകടന്ന വിവേചനം, അക്രമം, അടിച്ചമർത്തൽ എന്നിവ അനുഭവിക്കുന്നു. ഈ പ്രതിഭാസം ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ ബാധിക്കുന്നു. കൂടാതെ തുടർച്ചയായ സംഘർഷങ്ങൾ, സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ, മതതീവ്രവാദം എന്നിവ കാരണം 2025 ഈ സാഹചര്യം കൂടുതൽ വഷളായി. ദുഃഖകരമെന്ന് പറയട്ടെ, മതസ്വാതന്ത്ര്യം പല സന്ദർഭങ്ങളിലും ഒരു അടിസ്ഥാന മനുഷ്യാവകാശത്തേക്കാൾ ഒരു ഇളവായി അഥവാ ഔദാര്യമായി കണക്കാക്കപ്പെടുന്നു എന്നതാണെന്നും പാപ്പ അപലപിച്ചു. ബംഗ്ലാദേശിലും സഹീർ മേഖലയിലും നൈജീരിയയിലും മതപ്രേരിതമായ അക്രമങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ആക്രമണങ്ങളുടെ ഇരകളെയും കഴിഞ്ഞ ജൂണിൽ ഡമാസ്കസിലെ സെന്റ് ഏലിയാസ് ഇടവകയിൽ നടന്ന ഗുരുതരമായ ഭീകരാക്രമണത്തിലെ ഇരകളെയും പാപ്പ പ്രത്യേകം ഓർമ്മിച്ചു. മൊസംബിക്കിലെ കാബോ ഡെൽഗാഡോയിൽ ജിഹാദിസ്റ്റ് അക്രമത്തിന്റെ ഇരകളെയും പാപ്പ മറന്നില്ല. അതേസമയം ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ, ഉദാഹരണത്തിന് യൂറോപ്പിലോ അമേരിക്കയിലോ പോലും വ്യാപിക്കുന്ന സൂക്ഷ്മമായ ഒരു തരം മതവിവേചനത്തെക്കുറിച്ചും പാപ്പ മുന്നറിയിപ്പ് നൽകി. അതേസമയം ജീവന്റെ ഉത്ഭവത്തെയും അതിന്റെ വികാസത്തെയും നിഷേധിക്കുകയും ചൂഷണം ചെയ്യുകയോ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയെയും സഭ ശക്തമായി നിരാകരിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഗർഭചിത്രത്തിന് നിയമപരമായ അനുമതി നൽകുന്ന നടപടികൾ, ധനസഹായം നൽകുന്ന പദ്ധതികളെക്കുറിച്ചുള്ള ആശങ്ക ഉൾപ്പെടെ ഗർഭചിത്രത്തെക്കുറിച്ചുള്ള സഭയുടെ നിലപാട് ലയോ 14 പാപ്പ ആവർത്തിച്ചു. പൊതുവിഭവങ്ങൾ അമ്മമാരെയും കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി നിക്ഷേപിക്കുന്നതിനു പകരം ജീവനെ അടിച്ചമർത്താൻ നീക്കിവയ്ക്കുന്നത് വളരെ നിന്ദ്യമാണെന്ന് പാപ്പ പറഞ്ഞു. വാടക ഗർഭധാരണത്തിനെതിരെയും പാപ്പ സംസാരിച്ചു. ഗർഭധാരണത്തെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റുന്നതിലൂടെ ഇത് മാതൃത്വത്തിന്റെയും ശിശുവും അമ്മയുമായുള്ള ബന്ധത്തിന്റെ അന്തസ്സിനെയും ലംഘിക്കുന്നു. സ്ത്രീയുടെ ശരീരത്തെയും ജനന പ്രക്രിയയെയും ചൂഷണം ചെയ്യുന്നു. കുടുംബത്തിന്റെ യഥാർത്ഥ വിളിയെ വളച്ചൊടിക്കുന്നുവെന്നും പാപ്പ അഭിപ്രായപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.